ഇപ്പോൾ പി പി ഓവർലാപ്പിംഗ്, പി പി ഓവർലാപ്പിങ്ങിന്റെ പോസിറ്റീവ് ഓവർലാപ്പിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിൽ നിന്ന് ചെറിയൊരു മാറ്റം മാത്രം എടുത്താൽ മതി. സപ്പോസ് ഒരുപാട് ഓറിയന്റേഷൻസ് പോസിബിൾ ആണല്ലേ. ആദ്യത്തെ ഓറിയന്റേഷൻ എങ്ങനെയാണ്? ഇതൊരു പി ഓർബിറ്റലിന്റെ പോസിറ്റീവ് ഫേസും നെഗറ്റീവ് ഫേസും ആണെങ്കിൽ ഇതിലേക്ക് രണ്ടാമത്തെ പി ഓർബിറ്റലിന്റെ നെഗറ്റീവ് ഫേസ് ഓവർലാപ്പ് ചെയ്ത് വന്നാൽ ഇതാണ് എന്ത്, ഈ ഒരു ഓറിയന്റേഷനിലുള്ള പി പി ഓവർലാപ്പിങ്ങിന്റെ നെഗറ്റീവ് ഓവർലാപ്പ് എന്ന് പറയാം. കാരണം രണ്ട് പി ഓർബിറ്റൽസിന്റെയും ഓപ്പോസിറ്റ് ഫേസുകളാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണ് പറഞ്ഞ കാര്യം? ഓക്കെ. ഇനി ഇങ്ങനെയല്ല എന്ന് വിചാരിക്കുക. രണ്ടാമത്തേത് ആദ്യത്തെ പി ഓർബിറ്റലിന്റെ നെഗറ്റീവ് ഫേസ് പോസിറ്റീവ് ഫേസ്, രണ്ടാമത്തെ പി ഓർബിറ്റലിന്റെ പോസിറ്റീവ് ഫേസ് നെഗറ്റീവ് ഫേസ്. ഇതും പി പി ഓവർലാപ്പിങ്ങിലെ നെഗറ്റീവ് ഓവർലാപ്പിങ്ങിന് എക്സാമ്പിൾ ആണ്. കാരണം ഇവിടെയും ഓവർലാപ്പ് ചെയ്തത് രണ്ട് ഓപ്പോസിറ്റ് ഫേസുകളാണ്. ഇനി ഈ രീതിയിലല്ല പി ഓർബിറ്റൽ ഓറിയന്റ് ചെയ്യുന്നത് വിചാരിക്കുക. പി ഓർബിറ്റൽ ഓറിയന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ, ഇത് പോസിറ്റീവ് ഫേസും ഇത് നെഗറ്റീവ് ഫേസും ആണെങ്കിൽ ഇതുമായി ഓവർലാപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ പി ഓർബിറ്റലിന്റെ നെഗറ്റീവ് ഫേസും പോസിറ്റീവ് ഫേസും ആണെങ്കിൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾ പോസിറ്റീവ് ഫേസ് ഇസ് ഓവർലാപ്ഡ് വിത്ത് നെഗറ്റീവ് ഫേസ്, നെഗറ്റീവ് ഫേസ് ഇസ് ഓവർലാപ്ഡ് വിത്ത് പോസിറ്റീവ് ഫേസ്. സോ ദിസ് ഇസ് ആൾസോ ആൻ എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് ഓവർലാപ്പിംഗ്. ഇനി മറ്റൊരു ഓറിയന്റേഷൻ കൂടി പോസിബിൾ ആയിരുന്നല്ലോ. ഒരു പി ഓർബിറ്റൽ ഇങ്ങനെ ഓറിയന്റ് ചെയ്യും, ഇത് അതിന്റെ പോസിറ്റീവ് ഫേസും ഇത് അതിന്റെ നെഗറ്റീവ് ഫേസും ആണെങ്കിൽ രണ്ടാമത്തെ പി ഓർബിറ്റൽ ഇങ്ങനെ ഓറിയന്റ് ചെയ്യും, ഇത് അതിന്റെ നെഗറ്റീവ് ഫേസും ഇത് അതിന്റെ പോസിറ്റീവ് ഫേസും. ദിസ് ഇസ് ആൾസോ എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് ഓവർലാപ്പിംഗ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും നെഗറ്റീവ് ഓവർലാപ്പിംഗ് എന്താണ് എന്ന് പറയാൻ ഇത്രയും എക്സാമ്പിൾസ് ഞാൻ എടുത്തു. പോസിറ്റീവ് ഓവർലാപ്പിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, നെഗറ്റീവ് ഓവർലാപ്പിംഗ് എന്താണെന്ന് മനസ്സിലായി. എന്താണ് പോസിറ്റീവ് ഓവർലാപ്പിംഗ്? ഓവർലാപ്പ് ചെയ്യുന്ന രണ്ട് ഓർബിറ്റൽസിന്റെ ഒരേ ഫേസുകളാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവ് ഓവർലാപ്പിംഗ് ആണ്. ഓവർലാപ്പ് ചെയ്യുന്ന രണ്ട് ഓർബിറ്റൽസിന്റെ ഓപ്പോസിറ്റ് ഫേസുകളാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ ഓർക്കുക, ഈ പോസിറ്റീവ് നെഗറ്റീവ് സൈനുകൾ എന്താണ് എന്ന് അറിയാതെ ഇപ്പോഴും മേപ്പോട്ട് നോക്കിയിരിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അവരോടാണ് പറയുന്നത്, ഇത് നമ്മുടെ മാത്സിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് സംഭവങ്ങളല്ല, പകരം ഇത് ഓർബിറ്റലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ഓർബിറ്റൽ ഒരു വേവ് ഫംഗ്ഷൻ ആണ്. ഒരു വേവിന് പോസിറ്റീവ് ഫേസും നെഗറ്റീവ് ഫേസും ഉണ്ടാവും. ആ പോസിറ്റീവ് ഫേസിനെ നെഗറ്റീവ് ഫേസിനാണ് ഞാനിവിടെ പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള സൈനുകൾ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകും. ഇനി സീറോ ഓവർലാപ്പ്. എന്താണ് സീറോ ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ? സീറോ ഓവർലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഓവർലാപ്പ് ചെയ്യാത്ത അവസ്ഥ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ബോണ്ട് ഫോർമേഷന് സാധ്യമല്ലാത്ത ഓവർലാപ്പിംഗ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഒരു പി ഓർബിറ്റലിനും ഒരു എസ് ഓർബിറ്റലിനും ഇടയിൽ എങ്ങനെയാണ് പോസിറ്റീവ് ഓവർലാപ്പിംഗ് നടത്തുക, എങ്ങനെയാണ് നെഗറ്റീവ് ഓവർലാപ്പിംഗ് നടത്തുക നമുക്കറിയാം. ഇനി ഒരു എസ് പി ഓർബിറ്റല്, പോസിറ്റീവ് നെഗറ്റീവ് ഫേസുകൾ ഒരു പി ഓർബിറ്റല് ഒരു എസ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ഈ ലോബ് ഓവർലാപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഈ ലോബ് ഓവർലാപ്പ് ചെയ്യണം, ശരിയല്ലേ? പക്ഷേ പകരം എസ് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. ഇങ്ങനെയാണ് എസ് ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു എഫക്റ്റീവ് ഓവർലാപ്പിംഗ് അല്ല. ഇതിന്റെ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഈ രണ്ട് ഓർബിറ്റൽസും എന്ത് ചെയ്യാം, വിട്ടുപോരാം. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഒരു സീറോ ഓവർലാപ്പ് എന്ന് പറയാം. ഈ ഓവർലാപ്പിംഗ് ഒരിക്കലും ഒരു കോവാലന്റ് ബോണ്ട് ഫോർമേഷനിലേക്ക് എത്തില്ല. അതിനു മുന്നേ അവര് വേർപിരിഞ്ഞു പോരും. ക്ലിയർ ആണല്ലോ? ഓക്കെ. മറ്റൊരു ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് ഇതാ, ഒരു പി ഓർബിറ്റൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഓക്കെ, മറ്റൊരു പി ഓർബിറ്റൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഓക്കെ. അപ്പൊ ഇത് അതിന്റെ പോസിറ്റീവ് ഫേസ്, ഇത് നെഗറ്റീവ് ഫേസ്. ഇത് പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഫേസ് ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അവർ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എഫക്റ്റീവ് ഓവർലാപ്പിംഗ് അല്ല. ഇവിടെയും ഇതൊരു കോവാലന്റ് ബോണ്ട് ഫോർമേഷനിലേക്ക് എത്തില്ല. അതിന് മുന്നേ അവർ എന്ത് ചെയ്യും, വേർപിരിഞ്ഞു പോകും. അപ്പൊ ഇത്തരം ഓവർലാപ്പിംഗുകളാണ് നമ്മൾ സീറോ ഓവർലാപ്പിംഗ് എന്ന് പറയാം. എന്താണ് സീറോ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ? ഓർബിറ്റലുകൾ പരസ്പരം ഓവർലാപ്പ് ചെയ്യുമ്പോൾ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് വളരെ കുറവാണെങ്കിൽ ഒരു ബോണ്ട് ഫോർമേഷനിലേക്ക് എത്താൻ സാധ്യതയില്ലാത്ത ഓവർലാപ്പിംഗുകളാണ് നമ്മൾ എന്ത് പറയാം, സീറോ ഓവർലാപ്പിംഗ് എന്ന് പറയാം. അപ്പൊ പോസിറ്റീവ് ഓവർലാപ്പിംഗ് എന്താണ്, നെഗറ്റീവ് ഓവർലാപ്പിംഗ് എന്താണ്, സീറോ ഓവർലാപ്പിംഗ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. പോസിറ്റീവ് ഓവർലാപ്പിംഗും നെഗറ്റീവ് ഓവർലാപ്പിംഗും എന്തായാലും കോവാലന്റ് ബോണ്ടുകളെ ഫോം ചെയ്യുന്ന ഓവർലാപ്പിംഗുകളാണ്. അതേസമയം സീറോ ഓവർലാപ്പിംഗ് വഴി ഒരിക്കലും ഓർബിറ്റലുകൾക്ക് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഓർബിറ്റൽ ഓവർലാപ്പിംഗിന്റെ 3 തരം ഓവർലാപ്പിംഗ് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട്. സ്ട്രെങ്ത് ഓഫ് കോവാലന്റ് ബോണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ്, അല്ലേ? ഓവർലാപ്പിംഗിന്റെ എക്സ്റ്റെൻഡ് കൂടുന്തോറും കോവാലന്റ് ബോണ്ട് സ്ട്രോങ് ആവുകയും ഓവർലാപ്പിംഗിന്റെ എക്സ്റ്റെൻഡ് കുറയും തോറും കോവാലന്റ് ബോണ്ട് വീക്ക് ആവുകയും ചെയ്യും. നമ്മൾ ഇനി പറയാൻ പോകുന്നത്
ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നാച്ചർ ഓഫ് ഓവർലാപ്പിംഗ് ആണ്. ഓവർലാപ്പിംഗിന്റെ നാച്ചുറിനനുസരിച്ച് ഏതെല്ലാം തരം കോവാലന്റ് ബോണ്ടുകൾ ഫോം ചെയ്യാൻ കഴിയുമെന്നാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട്. ഏതാണ് ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട്? ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ നടത്തിയിട്ടുള്ളത്? ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് ഓവർലാപ്പിംഗ്. Based on the nature of overlapping. Okay, ശ്രദ്ധിച്ചോ, ഓവർലാപ്പിംഗിന്റെ സ്വഭാവത്തിനനുസരിച്ച് there are two types of covalent bonds. രണ്ട് തരം കോവാലന്റ് ബോണ്ടുകൾ പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ ടൈപ്പ് ഓഫ് കോവാലന്റ് ബോണ്ടുകളെ നമ്മൾ വിളിക്കുക സിഗ്മ, അഥവാ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, സിഗ്മ ബോണ്ട് എന്നാണ്. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കോവാലന്റ് ബോണ്ടുകളെ നമ്മൾ വിളിക്കുന്നത് പൈ, അതായത് നമ്മുടെ മാത്സിലെ പൈ ഇല്ലേ, പൈ ബോണ്ടുകൾ എന്നാണ്. ഓക്കെ, സോ സിഗ്മ ബോണ്ടുകളും പൈ ബോണ്ടുകളും, സിഗ്മയുടെയും പൈയുടെയും സിമ്പിൾ ആണ് ഞാൻ ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട് ബേസ്ഡ് ഓൺ ദി നാച്ചർ ഓഫ് ഓവർലാപ്പിംഗ്, സിഗ്മ കോവാലന്റ് ബോണ്ട് ആൻഡ് പൈ കോവാലന്റ് ബോണ്ട്. ഇനി സിഗ്മ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്ന എപ്പോഴാണെന്ന് അറിയോ? രണ്ട് ഓർബിറ്റലുകൾ അവരുടെ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് നടത്തുമ്പോഴാണ്. രണ്ട് തരം ഓവർലാപ്പിംഗ് പോസിബിൾ ആണ്. ശ്രദ്ധിച്ചോടാ, നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് സീറോ ഓവർലാപ്പിങ്ങിന് പുറമെ മറ്റൊരു രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തരം ഓവർലാപ്പിംഗ് പോസിബിൾ ആണ്. ശ്രദ്ധിച്ചോ, ഒന്ന് ഇതൊരു ഓർബിറ്റല്, ഇത് മറ്റൊരു ഓർബിറ്റല്. ഈ രണ്ട് ഓർബിറ്റലുകൾ ഇങ്ങനെ വന്നിട്ട് ഈ രണ്ട് എൻഡുകൾ പരസ്പരം ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് എന്ന് പറയാം. എന്താ വിളിക്കുക? എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്. ഓക്കെ, അപ്പൊ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നത് എപ്പോഴാണ്? ഓർബിറ്റലുകളുടെ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് നടക്കുമ്പോഴാണ്. ഓക്കെ, ഈ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹെഡ് ഓൺ ഓവർലാപ്പിംഗ്. അതായത് ഒരു മോളിക്യൂളിന്റെ ഹെഡ് മറ്റൊരു മോളിക്യൂളിന്റെ ഹെഡുമായിട്ടാണ് ഓവർലാപ്പിംഗ്. അപ്പൊ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് എന്നൊരു പേര് കൂടി അതിനുണ്ട്. എന്താ വിളിക്കുക? ഹെഡ് ഓൺ ഓവർലാപ്പിംഗ്. ഞാൻ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. തൽക്കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇങ്ങനെ രണ്ട് ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും ഈ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്. കാരണം ഇങ്ങനെയുള്ള രണ്ട് ഓർബിറ്റൽസിന് എക്സ്റ്റെൻഡ് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, എത്ര വേണമെങ്കിലും മെർജ് ചെയ്യാം, എത്ര വേണമെങ്കിലും രണ്ടാമത്തെ ഓർബിറ്റലിന്റെ മുകളിലേക്ക് എത്ര ദൂരം വേണമെങ്കിലും കയറി കിടക്കാം. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇതിന്റെ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ഓവർലാപ്പിംഗിൽ മാക്സിമം ആയിരിക്കും. ഓക്കെ, മാക്സിമം എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് പോസിബിൾ ആണ് അവിടെ. ഇനി മറ്റൊരു കാര്യം, ഇങ്ങനെ ഇതൊരു ഓർബിറ്റലും ഇതൊരു ഓർബിറ്റലും ആണെങ്കിൽ ഈ രണ്ടുപേരും എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് നടത്തുമ്പോൾ ഈ രണ്ട് ഓർബിറ്റൽസിന്റെയും ഇന്റർന്യൂക്ലിയർ ആക്സിസിലൂടെയാണ് നമ്മൾ എന്ത് പറയുക? ഓവർലാപ്പിംഗ് നടത്തുക. ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോടാ. ഇതൊരു പി ഓർബിറ്റൽ ആണ്. ഓക്കെ, ഈ പി ഓർബിറ്റലിന്റെ ആക്സിസ് എങ്ങനെയാണ്? ഇതാണ് ഈ പി ഓർബിറ്റലിന്റെ ആക്സിസ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോടാ, ഇതാണ് ഈ പി ഓർബിറ്റലിന്റെ ആക്സിസ് അല്ലെ? ഇനി ഈ പി ഓർബിറ്റലുമായി മറ്റൊരു പി ഓർബിറ്റൽ ഇതാ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ, ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പിന്നെ പി ഓർബിറ്റലിന്റെ ആക്സിസ് എവിടെ നിന്ന് എങ്ങോട്ടാ? അതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ ഓവർലാപ്പിംഗ് നടന്നത് എലോങ് ദി ആക്സിസ് അല്ലേ? മാത്രമല്ല ഈ പി ഓർബിറ്റലിന്റെ ന്യൂക്ലിയസ് ഇതാണെന്നും ഈ പി ഓർബിറ്റലിന്റെ ന്യൂക്ലിയസ് ഇതാണെന്ന് നമുക്കറിയാം. അപ്പോ ഈ രണ്ട് ന്യൂക്ലിയസുകൾക്കിടയിലുള്ള ഇന്റർന്യൂക്ലിയർ ആക്സിസ് ഇതാണ്. ശരിയാണല്ലോ? അപ്പൊ ഈ ഓവർലാപ്പിംഗ് നടക്കുന്നത് ഈ രണ്ട് പി ഓർബിറ്റൽസിന്റെ ആക്സിസിലൂടെ ആണ് എന്നതിന് പുറമെ ഈ രണ്ട് ഓർബിറ്റൽസിനിടയിലുള്ള ഇന്റർന്യൂക്ലിയർ ആക്സിസിലൂടെയും കൂടിയാണ്. ഓക്കെ, സോ ദ ഓവർലാപ്പിംഗ് ഇസ് ത്രൂ ഇന്റർന്യൂക്ലിയർ ആക്സിസ് എന്ന് കൂടി പറയാം. ഇത് ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ് ആണ്, അല്ലെങ്കിൽ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആണ്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഓവർലാപ്പിംഗ് ഇസ് ത്രൂ ഇതിലൂടെയാണ് ഇന്റർന്യൂക്ലിയർ ആക്സിസ്, അല്ലെങ്കിൽ ഇന്റർന്യൂക്ലിയർ ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഓവർലാപ്പിംഗ്, ത്രൂ ഇന്റർന്യൂക്ലിയർ ആക്സിസ്.
ക്ലിയർ അല്ലേ? ഇന്റർന്യൂക്ലിയർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതൊരു പി ഓർബിറ്റലിന്റെ ന്യൂക്ലിയസ്, ഇത് രണ്ടാമത്തെ പി ഓർബിറ്റൽ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസിൽ നിന്ന് ഈ ന്യൂക്ലിയസിലേക്കുള്ള ലൈനിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് എന്ന് പറയാ. അപ്പൊ ഈ ഓവർലാപ്പിംഗ് നടക്കുന്നത് ഇന്റർ ന്യൂക്ലിയർ ആക്സിസിന്റെ അതേ ഡയറക്ഷനിലാണ്, മാത്രമല്ല ആ ഓർബിറ്റലിന്റെ ആക്സിസുകളിലൂടെ കൂടിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പ്രത്യേകതകളുള്ള ഓർബിറ്റൽ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് നടന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സിഗ്മ ബോണ്ട് ഫോം ചെയ്തു എന്ന് പറയാം. പറഞ്ഞാൽ മനസ്സിലായോ? രണ്ട് ഓർബിറ്റലുകൾ തമ്മിൽ ഓവർലാപ്പിംഗിൽ ഇത്രയും പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, സിഗ്മ ബോണ്ട് ഫോർമേഷൻ നടക്കുന്ന ഓവർലാപ്പിംഗ് ആണ് എന്ന് പറയും. അപ്പൊ ഇത്തരം ഓവർലാപ്പിംഗ് നമ്മൾ വ്യത്യസ്ത ഓർബിറ്റലുകൾ എടുത്തിട്ട് എങ്ങനെയാണ് പോസിബിൾ ആവുക എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോടാ. ഓക്കെ, നമ്മൾ പൈ ബോണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് പൈ ബോണ്ടിന്റെ കാര്യങ്ങൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. നമ്മളിപ്പോഴും സിഗ്മ ബോണ്ടിലാണ്. അപ്പൊ ഈ പറഞ്ഞ പ്രത്യേകതകളുള്ള ഓവർലാപ്പിംഗ് നടക്കുമ്പോഴാണ് സിഗ്മ ബോണ്ട് ഫോം ചെയ്യുക. ഇനി ഈ സിഗ്മ ബോണ്ടിന്റെ ഏതൊക്കെ കേസുകളിലാണ് സിഗ്മ ബോണ്ട് ഫോർമേഷൻ നടക്കാൻ നോക്കാം. ഒന്നാമത്തെ കേസ് SS ഓവർലാപ്പിംഗ്. നേരത്തെ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് സീറോ ഓവർലാപ്പിംഗ് പറയുമ്പോഴെല്ലാം നമ്മൾ SS ഓവർലാപ്പിംഗ് പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ വീണ്ടും SS ഓവർലാപ്പിംഗിലേക്ക് വരാം. എന്താ SS ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു S ഓർബിറ്റൽ മറ്റൊരു S ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യാം. ഓക്കെ, സോ ഈ ഓവർലാപ്പിംഗ് S ഓർബിറ്റലുകൾ എങ്ങനെയൊക്കെ ഓവർലാപ്പ് ചെയ്താലും അതെല്ലാം എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് ആയിരിക്കും. അവിടെ മാക്സിമം എക്സ്റ്റെൻഡ് ഉണ്ടാവും. കാരണം ഈ S ഓർബിറ്റലിന് ഈ X ഓർബിറ്റലിന് മുകളിലേക്ക് എത്ര വേണമെങ്കിലും കയറി കിടക്കാം. അപ്പോൾ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് മാക്സിമം ആയിരിക്കും. മാത്രമല്ല ഇതാണ് ഈ ഓർബിറ്റലിന്റെ ന്യൂക്ലിയസ്, ഇതാണ് ഈ ഓർബിറ്റലിന്റെ ന്യൂക്ലിയസ്. ഈ രണ്ട് ന്യൂക്ലിയസുകൾക്കിടയിൽ നമ്മളൊരു ആക്സിസ് വരച്ചാൽ ഇതാണല്ലോ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓവർലാപ്പിംഗ് ഏത് ഡയറക്ഷനിലാണ്? ഇന്റർ ന്യൂക്ലിയർ ആക്സിസിലൂടെയാണ്. സോ ദിസ് കൈൻഡ് ഓഫ് SS ഓവർലാപ്പിംഗ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ സിഗ്മ ബോണ്ട്. അപ്പോൾ രണ്ട് S ഓർബിറ്റലുകൾക്കിടയിൽ എങ്ങനെയൊക്കെ ഓവർലാപ്പിംഗ് നടന്നാലും അതെല്ലാം എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് മാത്രമാണ്. അത് സിഗ്മ ബോണ്ടിങ് പോസിബിൾ ആണ്. പറഞ്ഞാൽ ക്ലിയർ ആണ്? ഇനി രണ്ടാമത്തത് SS ഓവർലാപ്പിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ള ഏതാണെന്നറിയോ? SP ഓവർലാപ്പിംഗ്. SP ഓവർലാപ്പിംഗ്. ഓക്കെ, SP ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു S ഓർബിറ്റല് ഒരു P ഓർബിറ്റലിന്റെ ഏതെങ്കിലും ഒരു ലോബുമായിട്ട് ഓവർലാപ്പ് ചെയ്യാം. അപ്പൊ ഇതിൽ തന്നെ പോസിറ്റീവ് ഓവർലാപ്പിംഗും നെഗറ്റീവ് ഓവർലാപ്പിംഗും പോസിബിൾ ആണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. അതിനെക്കുറിച്ചല്ല നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. നമ്മളിപ്പോൾ അതിലെ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആണോ അല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഈ S ഓർബിറ്റലിന് ഈ P ഓർബിറ്റലുമായി ഇങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യുന്നതെങ്കിൽ ഇത് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആണ്, ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് ആണ്. മാത്രമല്ല S ഓർബിറ്റലിന്റെ ന്യൂക്ലിയസ് P ഓർബിറ്റലിന്റെ ന്യൂക്ലിയസ് നമ്മൾ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ദിസ് ഓവർലാപ്പിംഗ് ഇസ് ത്രൂ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ്. സോ ദിസ് ഈസ് ആൾസോ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സിഗ്മ ബോണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഓവർലാപ്പിംഗ് നടന്നു കഴിഞ്ഞാലും എന്ത് തന്നെയാണ് ഫോം ചെയ്യുക? സിഗ്മ ബോണ്ട് തന്നെയാണ് ഫോം ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പൊ SS ഓവർലാപ്പിംഗിൽ SP ഓവർലാപ്പിംഗിൽ ഇനി നമുക്ക് ഏതാ പറയാനുണ്ടാവുക? PP ഓവർലാപ്പിംഗ്. ഓക്കെ, PP ഓവർലാപ്പിംഗ്. മൂന്നാമത്തേത് PP ഓവർലാപ്പിംഗ്. PP ഓവർലാപ്പിംഗ്. PP ഓവർലാപ്പിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് P ഓർബിറ്റൽസ് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് നടത്തണം. എങ്ങനെയായിരിക്കും? ഇതൊരു P ഓർബിറ്റൽ, ഓക്കെ, ഇത് രണ്ടാമത്തെ P ഓർബിറ്റൽ. ഇങ്ങനെ ഓവർലാപ്പിംഗ് നടത്തുമ്പോഴാണ് ഇവര് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് നടത്തി എന്ന് പറയാ, അല്ലെങ്കിൽ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് നടത്തി എന്ന് പറയാ. മാത്രമല്ല ആദ്യത്തെ P ഓർബിറ്റലിന്റെ ന്യൂക്ലിയസ് രണ്ടാമത്തെ P ഓർബിറ്റലിന്റെ ന്യൂക്ലിയസ് അവരുടെ ഇന്റർ ന്യൂക്ലിയർ ആക്സിസിലൂടെ തന്നെയാണ് ഓവർലാപ്പിംഗ് നടന്നിട്ടുള്ളത്. സോ ദീസ് ഓവർലാപ്പിംഗ് ആൾസോ റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സിഗ്മ ബോണ്ട്. അപ്പൊ ഈ മൂന്ന് ഓവർലാപ്പിംഗുകൾ വഴിയാണ് എപ്പോഴും ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യാം. പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ? കാരണം ഈ മൂന്ന് ഓവർലാപ്പിംഗുകളും എന്ത് തരം ഓവർലാപ്പിംഗ് ആണ്? എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആണ്, ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് ആണ്, അല്ലെങ്കിൽ ത്രൂ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ഓവർലാപ്പിംഗ് ആണ്. ഓക്കെ, ശരി. ഇനി നമ്മൾ പൈ ബോണ്ട് ഫോർമേഷനിലേക്ക് പോകുകയാണ്. എപ്പോഴാണ് ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുക? അവിടെ ഉള്ള ഓവർലാപ്പിംഗിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ പൈ ബോണ്ടിലേക്ക് പോവുകയാണ്. എപ്പോഴാണ് രണ്ട് ഓർബിറ്റലുകൾക്കിടയിൽ പൈ ബോണ്ട് ഫോം ചെയ്യാന്നറിയോ? അവരൊരു പ്രത്യേക തരത്തിൽ ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ്. എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് അല്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോടാ, രണ്ട് P ഓർബിറ്റൽസ് ഉണ്ട്. ഇതൊരു P ഓർബിറ്റലാണ്, ഇത് അതിന്റെ ഒരു ലോബ്, ഇത് അതിന്റെ രണ്ടാമത്തെ ലോബ്.
ഇതൊരു പി ഓർബിറ്റലാണ്, ഇതൊരു ലോബ്, ഇത് രണ്ടാമത്തെ ലോബ്. ഈ രണ്ട് പി ഓർബിറ്റൽസും എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് നടത്തുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ വന്ന് ഒരു ലോബ് മറ്റേ ലോബുമായിട്ട് എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും. പക്ഷേ ഇങ്ങനെ അല്ലാതെ ഇവർക്ക് സ്പേസിൽ ഇങ്ങനെയും ഓറിയന്റ് ചെയ്യാം അല്ലേ? ലോബുകൾ മുകളിലേക്കും താഴേക്കുമായിട്ട് ഇങ്ങനെ ഓറിയന്റ് ചെയ്യാം. ഇങ്ങനെ ഓറിയന്റ് ചെയ്യുകയാണെങ്കിൽ ഇവരെങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്യാന്നറിയോ? ഇവർ ആദ്യത്തെ ലോബ് ഈ ലോബിന് മുകളിലേക്ക് പതിയെ എത്തിച്ച് ഓവർലാപ്പ് ചെയ്യും. എന്നിട്ട് രണ്ടാമത്തെ ലോബ് അടുത്ത ലോബിലേക്ക് പതിയെ എത്തിച്ച് ഓവർലാപ്പ് ചെയ്യും. ഇതുപോലെ ശ്രദ്ധിച്ചോ, ഇതൊരു പി ഓർബിറ്റലാണ്. ഓക്കെ, ഇത് രണ്ടാമത്തെ പി ഓർബിറ്റലാണ്. ഈ രണ്ട് പി ഓർബിറ്റൽസിനും ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യാം. ഇത് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയോ? സൈഡ് വൈസ് ഓവർലാപ്പിംഗ് എന്നാ വിളിക്കാം. എന്താ വിളിക്കുക? സൈഡ് വൈസ് ഓവർലാപ്പിംഗ്. സൈഡ് വൈസ് ഓവർലാപ്പിംഗ്. അപ്പോ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് രണ്ട് ഓർബിറ്റലുകൾക്കിടയിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടക്കുമ്പോഴാണ്. ഈ സൈഡ് വൈസ് ഓവർലാപ്പിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ, ആദ്യത്തെ ഓർബിറ്റലിന്റെ ന്യൂക്ലിയസ് ഇവിടെയാണ്, രണ്ടാമത്തെ ഓർബിറ്റലിന്റെ ന്യൂക്ലിയസ് ഇവിടെയാണ്. ഈ രണ്ട് ന്യൂക്ലിയസുകൾക്കിടയിൽ നമ്മൾ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് എന്ന് വിളിക്കുക. ഈ ഓവർലാപ്പിംഗിന്റെ ഡയറക്ഷനും ഇന്റർ ന്യൂക്ലിയർ ആക്സിസും എങ്ങനെയാണ്? ഇന്റർ ന്യൂക്ലിയർ ആക്സിസിലൂടെയാണോ ഓവർലാപ്പിംഗ് നടക്കുന്നത്? അല്ല, ഇവിടെയും ഇവിടെയുമാണ് ഓവർലാപ്പിംഗ് നടക്കുന്നത് അല്ലേ? സോ നമുക്ക് പറയാം ഇന്റർ ന്യൂക്ലിയർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഓവർലാപ്പിംഗ് നടക്കുന്നത്. സോ ഓവർലാപ്പിംഗ് ഈസ് പെർപെൻഡിക്കുലർ ടു ഇന്റർ ന്യൂക്ലിയർ ആക്സിസ്. ത്രൂ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് അല്ല, പെർപെൻഡിക്കുലർ ടു ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ആണ് ഓവർലാപ്പിംഗ് നടക്കുക. ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് നമ്മൾ ഇവിടെ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗിൽ പറഞ്ഞത് ത്രൂ ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ആണ്. ഇവിടെ അങ്ങനെയല്ല, പെർപെൻഡിക്കുലർ ടു ഇന്റർ ന്യൂക്ലിയർ ആക്സിസ് ആണ് ഓവർലാപ്പിംഗ് നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നേരത്തെ നമ്മൾ ഒരുപാട് എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് പറഞ്ഞില്ലേ? അവിടെയാണോ ഇതിലാണോ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് കൂടുതൽ ഉണ്ടാവുക? കൂടുതൽ മറ്റു ഓർബിറ്റലിന് മുകളിലേക്ക് കയറി കിടക്കാൻ പറ്റുക? ഇതൊരു ലോബും ഇതൊരു ലോബും, ഇത് രണ്ടാമത്തെ ലോബ്, ഇത് രണ്ടാമത്തെ ലോബ്. ഒരു പി ഓർബിറ്റിൽ ഈ ലോബ് ഓവർലാപ്പ് ചെയ്തു, ഈ ലോബ് ഓവർലാപ്പ് ചെയ്തു. ഇനിയും ഇതിൽ ഏതെങ്കിലും ഒരു ലോബിലേക്ക് കൂടുതൽ കയറി കൊടുക്കാൻ ശ്രമിച്ചു എന്നായിരിക്കും. ഈ രണ്ട് ലോബുകൾ നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ കയറി കിടക്കാൻ ശ്രമിച്ചു എന്നായിരിക്കും. എന്താ സംഭവിക്കുക? താഴത്തെ ലോബ് വിട്ടുപോരും. ഇനി താഴത്തെ ലോബ് പണ്ടത്തേതിനേക്കാൾ കൂടുതൽ അങ്ങോട്ട് കയറി കിടക്കാൻ ശ്രമിച്ചു എന്നായിരിക്കും. ഈ ലോബ് മുകളിലത്തെ ലോബ് വിട്ടുപോരും. പറഞ്ഞ ക്ലിയർ ആയോ? അപ്പൊ ഈ ഒരു ഓവർലാപ്പിംഗിൽ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗിന് ഒരു പരിധിയുണ്ട്. അപ്പൊ ഒരു പരിധിയിലപ്പുറം മറ്റു ഓർബിറ്റലിന് മുകളിലേക്ക് കയറി കിടക്കാൻ രണ്ടാമത്തെ ഓർബിറ്റലിന് കഴിയില്ല. സോ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് മിനിമം ആണ്. So this results in minimum extent of overlapping. പറഞ്ഞ ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഇതിൽ പൈ ബോണ്ട് ഫോർമേഷനിൽ മനസ്സിലാക്കുക, എസ് എസ് ഓവർലാപ്പിംഗിൽ രണ്ട് എസ് ഓർബിറ്റൽസിനിടയിലുള്ള ഓവർലാപ്പിംഗ് എല്ലായ്പ്പോഴും എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആയിരിക്കും. അതിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് പോസിബിൾ അല്ല. രണ്ട്, ഒരു എസിനും ഒരു പിക്കും ഇടയിലുള്ള എസ് പി ഓവർലാപ്പിംഗിലും സൈഡ് വൈസ് ഓവർലാപ്പിംഗ് പോസിബിൾ അല്ല. അവിടെയും എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് സീറോ ഓവർലാപ്പിംഗ് ആവും. സീറോ ഓവർലാപ്പിംഗ് ഒരിക്കലും ഒരു ബോണ്ട് ഫോം ചെയ്യില്ല. നമ്മളിവിടെ പറയുന്ന ഒരു ബോണ്ടിനെ കുറിച്ചാണ്. അപ്പൊ എസ് പി ഓവർലാപ്പിംഗിലും എന്തില്ല? സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ഇല്ല. പിന്നെയോ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള പി പി ഓവർലാപ്പിംഗ്, ഇതെന്ത് ഓവർലാപ്പിംഗ് ആണ്? പി പി ഓവർലാപ്പിംഗ് ആണ്. ഈ പി പി ഓവർലാപ്പിംഗിൽ മാത്രമേ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് പോസിബിൾ ആവുള്ളൂ. രണ്ട് പി ഓർബിറ്റൽസിനിടയിൽ മാത്രമാണ് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് പോസിബിൾ ആവുക. പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ അല്ലേ? സംശയമില്ലല്ലോ ഇതിൽ? ഓക്കെ. അപ്പോൾ ആ ഒരു ഡയഗ്രാമാണ് ഞാനിവിടെ വരച്ചുള്ളത്. എങ്ങനെയാണ് രണ്ട് പി ഓർബിറ്റൽസിനിടയിൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടക്കുക എന്നുള്ളത്. ഇനി നിങ്ങൾ ഈ രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നതും പൈ ബോണ്ട് ഫോം ചെയ്യുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ പറയാം ഇതിൽ ഏത് ബോണ്ട് ആയിരിക്കും സ്ട്രോങ് ബോണ്ട്? ഏത് ബോണ്ടാ സ്ട്രോങ് ബോണ്ട്? ഏതിലാണോ ഓവർലാപ്പിംഗിന്റെ എക്സ്റ്റെൻഡ് മാക്സിമം ആകുന്നത് അത് സ്ട്രോങ് ബോണ്ടും, ഏതിലാണോ ഓവർലാപ്പിംഗിന്റെ എക്സ്റ്റെൻഡ് മിനിമം ആകുന്നത് അത് വീക്ക് ബോണ്ടുമാണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സ്ട്രോങ് ബോണ്ട് എന്ന് പറയാൻ പറ്റുന്നത് സിഗ്മ ബോണ്ടാണ്. സോ സിഗ്മ ബോണ്ട് ഇസ് എ സ്ട്രോങ് ബോണ്ട്. Okay, end-to-end overlapping results in the formation of a strong bond called as sigma. അതേസമയം ഇവിടുത്തെ അവസ്ഥ എന്താ? എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് മിനിമം ആണ്. ഒരു അഡ്ജസ്റ്റ്മെന്റിലുള്ള ഓവർലാപ്പിംഗ് ആണ്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ തെറ്റിയാൽ എന്ത് ചെയ്യും? അവർ രണ്ടുപേരും രണ്ടായിട്ട് മാറും ഓവർലാപ്പിംഗിൽ നിന്ന്. സോ പൈ ബോണ്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? വീക്ക് ബോണ്ട് ആയിരിക്കും. പൈ ബോണ്ട് ഇസ് എ വീക്ക് ബോണ്ട്. പറഞ്ഞ ക്ലിയർ ആണ്? ഓക്കെ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു പൈ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അതിന്റെ കൂടെ
ഒരു സിഗ്മ ബോണ്ട് കൂടി ആ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഫോം ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്താണെന്നറിയോ? ആൾറെഡി ആ രണ്ട് ആറ്റങ്ങൾ ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്കിടയിൽ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ പൈ ബോണ്ട് മാത്രമായിട്ട് ഫോം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, രണ്ട് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, രണ്ട് ആറ്റങ്ങൾക്കിടയിൽ മൾട്ടിപ്പിൾ ബോണ്ടുകളാണെങ്കിൽ, എന്താണ് മൾട്ടിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ? ഒന്നിൽ കൂടുതൽ കോവാലൻ ബോണ്ടുകൾ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു രണ്ട് കാർബണുകൾക്കിടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യാം, രണ്ട് കാർബണുകൾക്കിടയിൽ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യാം. ഇവരെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ബോണ്ടുകൾ എന്ന് പറയാം. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൾട്ടിപ്പിൾ ബോണ്ടുകളിൽ ആദ്യത്തെ ബോണ്ട് സിഗ്മയായിരിക്കും, ബാക്കിയുള്ളതെല്ലാം പൈ ബോണ്ടുകളായിരിക്കും. എന്താണ് ഞാൻ പറഞ്ഞത്? മൾട്ടിപ്പിൾ ബോണ്ടുകളിൽ ആദ്യത്തെ ബോണ്ട് സിഗ്മയായിരിക്കും, ബാക്കിയുള്ളതെല്ലാം പൈ ബോണ്ട് ആയിരിക്കും. അപ്പൊ ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് സിഗ്മയും ഒരു ബോണ്ട് പൈയും ആയിരിക്കും. കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ടിൽ ആദ്യത്തെ ബോണ്ട് സിഗ്മയായിരിക്കും, ബാക്കി രണ്ടും എന്തായിരിക്കും? പൈ ബോണ്ടുകളായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഒരു പൈ ബോണ്ട് എന്ന് പറയുന്നത് ഒരു സിഗ്മ ബോണ്ടിന്റെ കൂടെ മാത്രമേ നിലനിൽക്കുള്ളൂ. ഒറ്റയ്ക്ക് നിലനിൽപ്പില്ലാത്തവരാണ് ആര്? പൈ ബോണ്ടുകൾ. മനസ്സിലാക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ ബോണ്ടുകൾ വന്നാൽ, രണ്ടോ മൂന്നോ കോവാലൻ ബോണ്ടുകൾ രണ്ടാറ്റങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞാൽ അതിലൊന്ന് സിഗ്മയായിരിക്കും, ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും? പൈ ബോണ്ടുകളായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ രണ്ട് ടൈപ്സ് ഓഫ് കോവാലൻ ബോണ്ടുകളെ കുറിച്ച് പറയുമ്പോൾ. ദിസ് ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൺ ദ നാച്ചർ ഓഫ് ഓവർലാപ്പിംഗ് എന്ന് നിങ്ങൾ മറക്കരുത്. ഓവർലാപ്പിംഗിന്റെ സ്വഭാവത്തിനനുസരിച്ചാണ്. എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആണെങ്കിൽ സിഗ്മ ബോണ്ടും, സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണെങ്കിൽ പൈ ബോണ്ടുമാണ്. ഓർക്കുക, സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട്, ടു ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട്സ് ബേസ്ഡ് ഓൺ ദി നാച്ചർ ഓഫ് ഓവർലാപ്പിംഗ്. ഓക്കെ, ഇതിനു മുമ്പും നമ്മൾ കോവാലന്റ് ബോണ്ടുകളെ സിഗ്മ, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ ബോണ്ടുകളുടെ എണ്ണം നോക്കിയാണ്. ഇവിടെ നമ്മൾ നാച്ചർ ഓഫ് ഓവർലാപ്പിംഗ് വഴിയാണ് എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ശരി, അപ്പോൾ ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട് എങ്ങനെയാണ് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ. എങ്ങനെയാണ് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്? ഓവർലാപ്പ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് വഴിയാണ്. ശരിയല്ലേ? ശരി. ഇനി ഓവർലാപ്പ് ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസ് എങ്ങനെയുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ആവണം? ഓവർലാപ്പ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ് മക്കളെ? ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസിന് വേണ്ടിയാണ്. അപ്പോൾ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ നടക്കണമെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഷെയറിംഗ് അല്ലേ? പങ്കെടുക്കുന്ന ഒരാറ്റത്തിന് ഒരു ഇലക്ട്രോണിനെയും രണ്ടാമത്തെ ആറ്റത്തിന് രണ്ടാമത്തെ ഇലക്ട്രോണിനെയും ഷെയർ ചെയ്യാൻ കഴിയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഓവർലാപ്പ് ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസ് എങ്ങനെയായിരിക്കണം? ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് ആയിരിക്കണം. കാരണം ഒരു ഇലക്ട്രോണിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു അറ്റോമിക് ഓർബിറ്റലും ഒരു ഇലക്ട്രോണിനെ കണ്ടെയ്ൻ ചെയ്യുന്ന മറ്റൊരു അറ്റോമിക് ഓർബിറ്റലും ഓവർലാപ്പ് ചെയ്തല്ലേ ഷെയറിംഗ് എന്ന് പറയുന്ന സംഭവം നടക്കാൻ സാധ്യതയുള്ളൂ ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാലൻസ് ബോണ്ട് തിയറിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് ഓവർലാപ്പിംഗ് ഓഫ്, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് വാലൻസ് ബോണ്ട്. ഒരു വിബി തിയറി പറയുന്നത് ഒരു കോവലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ് വഴിയാണ്. എങ്ങനെയാണ്? ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസ്. കാരണം ഒരു ഓർബിറ്റലിൽ അക്കമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2 ആണ്. അപ്പോൾ അതിൽ ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ഓർബിറ്റൽ മാത്രമേ ഓവർലാപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽസിന് മാത്രമേ ഓവർലാപ്പ് ചെയ്യാൻ പാടുള്ളൂ. അത് ഏതെല്ലാം രീതിയിൽ ഓവർലാപ്പ് ചെയ്യാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പോസിറ്റീവ് ഓവർലാപ്പിംഗ് ഉണ്ട്, നെഗറ്റീവ് ഓവർലാപ്പിംഗ് ഉണ്ട്, സീറോ ഓവർലാപ്പിംഗ് ഉണ്ട്. മാത്രമല്ല സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്ന ഓവർലാപ്പിംഗ് ഉണ്ട്, പൈ ബോണ്ട് ഫോം ചെയ്യുന്ന ഓവർലാപ്പിംഗ് ഉണ്ട്. അങ്ങനെ ഒരുപാട് തരം ഓവർലാപ്പിംഗുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചോ, സപ്പോസ് നമുക്കൊരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യണം. എങ്ങനെയാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്? രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഇതിൽ എങ്ങനെയാണ് ഈ ഓവർലാപ്പിംഗ് നമ്മൾ ഇതിൽ കൊണ്ടുവരാൻ പറ്റുക നോക്കാം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം, ഒരു ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആണ്. രണ്ടാമത്തെ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1 ആണ്. അപ്പോൾ ഈ രണ്ട് ഹൈഡ്രജനിലും ഷെയർ ചെയ്യേണ്ടത് ഈ 1sൽ ഇരിക്കുന്ന ഈ ഇലക്ട്രോണുകളാണ്. അതായത് ഒന്നാമത്തെ ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ രണ്ടാമത്തെ ഹൈഡ്രജന്റെ 1sൽ ഇരിക്കുന്ന ഇലക്ട്രോണുമായിട്ടാണ് ഷെയർ ചെയ്യേണ്ടത്. അങ്ങനെ ഷെയർ ചെയ്യണമെങ്കിൽ ആ ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റലുകൾ പരസ്പരം എന്ത് ചെയ്യണം? ഓവർലാപ്പ് ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ ഒന്നാമത്തെ ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ രണ്ടാമത്തെ ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് ഒരു ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യുക, അവർക്കിടയിൽ ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാം. ശരി, ശ്രദ്ധിച്ചോടാ. ഒന്നാമത്തെ ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ, okay, this is the 1s orbital of the first hydrogen. രണ്ടാമത്തെ ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ,
ആൻഡ് ദേ ആർ ഓവർലാപ്പിംഗ് വിത്ത് ഈച്ച് അതർ. ആസ് എ റിസൾട്ട് എന്ത് ഫോം ചെയ്യും? ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് അവരുടെ ഇടയിൽ ഫോം ചെയ്യും. ഒരു കുഴപ്പമില്ല. ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ക്ലിയർ ആണ്? ഇനി ഇതേ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു മോളിക്യൂളിന്റെ ഫോർമേഷനെ കുറിച്ച് പറയാൻ പോവാം. ഏതാ മോളിക്യൂള്? CH4 മോളിക്യൂൾ. എങ്ങനെയാണ് CH4 മോളിക്യൂൾ ഫോം ചെയ്യുക? കാർബൺ ആറ്റത്തിന് ചുറ്റും 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ. ഈ ഓരോ ഹൈഡ്രജനുമായിട്ടും കാർബൺ എന്ത് ഫോം ചെയ്യണം? സിംഗിൾ ബോണ്ടുകൾ ഫോം ചെയ്യണം. അപ്പൊ ഈ കാർബൺ എന്ത് ചെയ്യണം? ഈ 4 ഹൈഡ്രജനുമായിട്ട് ഓരോ സിംഗിൾ ബോണ്ടുകൾ ഫോം ചെയ്യണം. അങ്ങനെ ഓരോ സിംഗിൾ ബോണ്ടുകൾ ഫോം ചെയ്യണമെങ്കിൽ കാർബണിന് എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് വേണം? 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് വേണം. അതിൽ ഓരോ ഹാഫ് ഫിൽഡ് ഓർബിറ്റലിനെയും കാർബൺ ഹൈഡ്രജന്റെ ഹാഫ് ഫിൽഡ് ഓർബിറ്റലുമായി ഓവർലാപ്പ് ചെയ്യണം. അപ്പോഴാണ് കാർബണിനും ഹൈഡ്രജനും ഇടയിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർഡ് ആവുക, എന്നിട്ട് ബോണ്ടുകൾ ഫോം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കാർബണിന്റെ 6 അറ്റോമിക് നമ്പറുള്ള കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p2 ആണ്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിന് മാത്രമേ ഓവർലാപ്പിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. ശരി, ഈ ഓർബിറ്റൽസിന് നമ്മൾ ബോക്സുകൾ കൊടുത്താൽ 1s ഒരു ബോക്സ്, 2s ഒരു ബോക്സ്, 2pക്ക് 3 ബോക്സുകൾ, ഇങ്ങനെയല്ലേ? ഓക്കെ, ഇതിൽ 1s 2 ഇലക്ട്രോൺ, 2s 2 ഇലക്ട്രോൺ, 2p 2 ഇലക്ട്രോൺ. അപ്പൊ കാർബൺ, ഇത് കാർബണിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഒരു ആറ്റത്തിന് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ ഇലക്ട്രോണുകളെ എക്സൈറ്റ് ചെയ്യിച്ചാൽ, ഇലക്ട്രോണുകളെ ഷിഫ്റ്റ് ചെയ്യിച്ചാൽ അതിനെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വിളിക്കും. അറിയാലോ? സോ ദിസ് ഈസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ. ഈ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ കാർബണിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട്? ഇതൊരു ഹാഫ് ഫിൽഡ് ആണ്, ഇതൊരു ഹാഫ് ഫിൽഡ് ആണ്. 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസേ ഉള്ളൂ. ഈ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിന് മാത്രമേ ഓവർലാപ്പിംഗിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. കാർബണിന് മൊത്തം എത്ര ബോണ്ട് ഫോം ചെയ്യണം? 4 ബോണ്ട് ഫോം ചെയ്യണം. ശരിയല്ലേ? അപ്പൊ ഈ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽ, ഒരു ഹാഫ് ഫിൽഡ് ഓർബിറ്റലിനെ ഈ ഹൈഡ്രജനുമായിട്ടും രണ്ടാമത്തെ ഹാഫ് ഫിൽഡ് ഓർബിറ്റലിനെ ഈ ഹൈഡ്രജനുമായിട്ടും ഓവർലാപ്പ് ചെയ്യിക്കും. ഇനി ഈ 2 ഹൈഡ്രജനുമായിട്ട് ഓവർലാപ്പ് ചെയ്യിക്കാൻ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് കാർബണിന്റെ കയ്യിലുണ്ടോ? ഇല്ല. ഇനിയുള്ളതെല്ലാം ഫുള്ളി ഫിൽഡ് ആണ്. അപ്പൊ പിന്നെ എങ്ങനെയാ കാർബൺ ഈ ഹൈഡ്രജനുമായിട്ടും ബോണ്ട് ഫോം ചെയ്യാം? ഓവർലാപ്പിംഗ് ഇല്ലാണ്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല. ഓവർലാപ്പിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് വേണം. അത് ആകെ 2 ഉണ്ടായിരുന്നുള്ളൂ. ആ 2 വെച്ചുകൊണ്ടുള്ള പരിപാടി നമ്മൾ നടത്തി കഴിഞ്ഞു. ഇനി 2 ബോണ്ട് കൂടി ഫോം ചെയ്യണം, 2 ഓവർലാപ്പിംഗ് കൂടി വേണം. അതിന് കാർബണിന്റെ കയ്യിൽ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഇല്ല. പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാക്കാം. എന്ത് ചെയ്താൽ മതി? ഈ 2s ഇരിക്കുന്ന 2 ഇലക്ട്രോണുകൾ, ഒരു ഇലക്ട്രോണിനെ 2p വാക്കന്റ് ഓർബിറ്റിലേക്ക് എടുത്തിടാം. ഇതിനെയാണ് നമ്മൾ എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയാ. ഇതിന് ഈ ഇലക്ട്രോണിന് എനർജി കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, സോ നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനെ എക്സൈറ്റ് ചെയ്തതിന് ശേഷമുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ. എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബണിൽ 1s, 2s, 2p. 2 ഇലക്ട്രോൺസ് ഇൻ 1s, 2 ഇലക്ട്രോൺസ് 2s ഉണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ 1 ഇലക്ട്രോണേ ഉള്ളൂ. 2p 3 ഇലക്ട്രോൺസ്. യെസ്. സോ ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് കാർബൺ എത്ര ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട്? 1, 2, 3, 4. ഇതിൽ ഓരോ ഹാഫ് ഫിൽഡ് ഓർബിറ്റലിനെയും ഈ ഓരോ ഹൈഡ്രജനുമായിട്ട് ഓവർലാപ്പ് ചെയ്യിച്ചാൽ കാർബണിന് ഹൈഡ്രജനുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ പെയർ ഓഫ് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യിക്കാൻ പറ്റും. ഓരോ സിംഗിൾ കോവാലന്റ് ബോണ്ടുകൾ ഫോം ചെയ്യാൻ പറ്റും. കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായല്ലേ? പറയുന്നത് ശ്രദ്ധിച്ചോ. ഇനി ഏതൊക്കെ ഓർബിറ്റൽസ് ആണ് ഓവർലാപ്പ് ചെയ്യുന്നത്? കാർബണിന്റെ ഈ 2s ഓർബിറ്റൽ ഒരു ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. ശരിയല്ലേ? 2s ഓർബിറ്റൽ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. കാർബണിന്റെ ഈ ഒരു 2p ഓർബിറ്റൽ, സപ്പോസ് ഇത് 2px ആണെന്ന് വിചാരിച്ചോ. 2px ഓർബിറ്റൽ രണ്ടാമത്തെ ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. കാരണം ഹൈഡ്രജനിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 1s ആണല്ലോ. ഓക്കെ, ഇത് 2py ആണെന്ന് വിചാരിച്ചോ. കാർബണിന്റെ 2py ഓർബിറ്റൽ മൂന്നാമത്തെ ഹൈഡ്രജന്റെ 1sമായിട്ട് ഓവർലാപ്പ് ചെയ്യും. ഇത് കാർബണിന്റെ 2pz ഓർബിറ്റലാണ്. അത് നാലാമത്തെ ഹൈഡ്രജന്റെ 1s ഓർബിറ്റുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ 2s 1s ഓവർലാപ്പിംഗ്, ഇവിടെ px 1s ഓവർലാപ്പിംഗ്, ഇവിടെ 2py 1s ഓവർലാപ്പിംഗ്, ഇവിടെ 2pz 1s ഓവർലാപ്പിംഗ്. അങ്ങനെ കാർബണുമായിട്ട് 4 ബോണ്ടുകൾ ഫോം ചെയ്യും. അങ്ങനെ കാർബണുമായി 4 ബോണ്ടുകൾ ഫോം ചെയ്യുമ്പോഴാണ് CH4 എന്ന് പറയുന്ന മോളിക്യൂളിന് ചുറ്റും 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഇങ്ങനെ അറേഞ്ച്ഡ് ആവും എന്ന് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ അറേഞ്ച്ഡ് ആവും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ശരിക്കും എങ്ങനെയാണ്? ടെട്രാഹീഡ്രൽ അറേഞ്ച്മെന്റ് ആണ്. ഈ ടെട്രാഹീഡ്രൽ അറേഞ്ച്മെന്റിൽ ഈ പറയുന്ന കാർബൺ ഹൈഡ്രജൻ ബോണ്ടിന്റെ ലെങ്ത് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം?
ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിന്റെ ലെങ്ത്, ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിന്റെ ലെങ്ത്, ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിന്റെ ലെങ്ത് നിങ്ങൾക്കറിയാം. ഈ 4 കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകളുടെ ലെങ്ത്തും സെയിം ആണ് എന്ന് നമുക്കറിയാം. CH4 അഥവാ മെത്തേൻ എന്ന് പറയുന്ന മോളിക്യൂളിൽ ഈ 4 കാർബൺ ഹൈഡ്രജൻ ബോണ്ടുകളുടെ ലെങ്ത്തും എന്താണ്? ഈക്വൽ ആണ്. അതെങ്ങനെ ഈക്വൽ ആവുക? കാരണം ഈ 4 ബോണ്ടുകളും ഫോം ചെയ്യുന്നത് 4 ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്തിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ബോണ്ടും ഈ ബോണ്ടും ഈ ബോണ്ടും p ഓർബിറ്റലുകൾ 1sസുമായിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് ശരി ആ 3നും ഒരേ ലെങ്ത് ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. പക്ഷേ ഈ 4ാമത്തെ ബോണ്ടിന് എങ്ങനെയാണോ അതേ ലെങ്ത് വന്നത്? കാരണം അവിടെ അത് ഫോം ചെയ്തത് ഏതൊക്കെ ഓർബിറ്റൽസ് നമ്മൾ ഓവർലാപ്പിംഗ് വഴിയാ? കാർബണിന്റെ 2s ഓർബിറ്റലും ഹൈഡ്രജന്റെ 1s ഓർബിറ്റലും നമ്മൾ ഓവർലാപ്പിംഗ് വഴിയാണ് അല്ലെ. ബാക്കിയുള്ള 3 ബോണ്ടുകളും ഫോം ചെയ്തത് കാർബണിന്റെ p ഓർബിറ്റലും ഹൈഡ്രജന്റെ 1sഉം തമ്മിൽ ഓവർലാപ്പിംഗ് വഴിയാണ്. അപ്പോ പിയും എസും ഓവർലാപ്പ് ചെയ്താൽ കിട്ടുന്ന ബോണ്ടിന് അതേ ലെങ്ത് ആണോ എസും ഓവർലാപ്പ് ചെയ്താൽ കിട്ടുക? ഒരിക്കലുമല്ല. തെറ്റാണത്, ഒരിക്കലുമല്ല. അപ്പൊ പിന്നെ ഈ പ്രശ്നം നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? എന്താണ് പ്രശ്നം? ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്ന ഡിഫറെന്റ് ഓർബിറ്റൽസ് ആണ്, പക്ഷെ കിട്ടുന്ന 4 ബോണ്ടുകൾക്കും ഒരേ ലെങ്ത് ആണ്. ഈ 3 ബോണ്ടുകൾക്ക് ഒരേ ലെങ്ത് ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരാം. കാരണം അത് 3ഉം ഫോം ചെയ്തിട്ടുള്ളത് p ഓർബിറ്റലും 1sഉം തമ്മിൽ ഓവർലാപ്പിംഗ് വഴിയാണ്. പക്ഷേ ഈ ബോണ്ടിന് അതേ ലെങ്ത് ആണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല. ഒരിക്കലും അത് അങ്ങനെ ആവരുത്. കാരണം എന്താണ്? ഇത് എസും തമ്മിൽ ഓവർലാപ്പിംഗ് വഴി ഫോം ചെയ്താണ്. അപ്പൊ അതിന് അതേ ലെങ്ത് ആവരുത്. അപ്പൊ എന്താണ് പ്രശ്നം? ഏതാണ് ശരി? ശരി എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. ഏത്? CH4 എന്ന് പറയുന്ന മോളിക്യൂളിലെ 4 ബോണ്ടുകൾക്കും ഒരേ ലെങ്ത് ആണ്, ഒരേ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ അതിനർത്ഥം ഈ ഓവർലാപ്പിങ്ങിന്റെ സമയത്ത് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത, നമുക്ക് അറിവില്ലാത്ത, നമ്മളോട് പറഞ്ഞിട്ടില്ലാത്ത എന്തോ ഒന്ന് ഈ ഓവർലാപ്പിങ്ങിന്റെ സമയത്ത് അല്ലെങ്കിൽ ഓവർലാപ്പിങ്ങിന് മുമ്പ് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 4 ഓർബിറ്റലുകൾ, വ്യത്യസ്തമായ ഓർബിറ്റലുകൾ ഓവർലാപ്പ് ചെയ്തിട്ടും ഒരേപോലെയുള്ള ബോണ്ടുകൾ കിട്ടുന്നത്. അതുകൊണ്ടാണ്. അതെന്താണ് എന്ന് അന്വേഷിച്ച് നടന്നപ്പോഴാണ് വാലൻസ് ബോണ്ട് തിയറി നമ്മളോട് പറഞ്ഞത് ഒരുപാടൊന്നും അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല, ഞാനത് പറഞ്ഞു തരാം. ഓവർലാപ്പിങ്ങിന് മുമ്പ് സെൻട്രൽ ആറ്റത്തിന്റെ ഏതൊക്കെ ഓർബിറ്റലുകളാണോ ഓവർലാപ്പ് ചെയ്യേണ്ടത് ആ ഓർബിറ്റലുകൾ എന്ത് ചെയ്യണമെന്നറിയോ? ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കണം. സോ ഓർബിറ്റൽ ഓവർലാപ്പ് എന്നുള്ള ടേമിന് പുറമെ നമ്മൾ പുതിയൊരു ടേമിലേക്ക് പോകുന്നു, ഹൈബ്രിഡൈസേഷൻ ഓഫ് ഓർബിറ്റൽസ്. എന്താണ് ഹൈബ്രിഡൈസേഷൻ? ഹൈബ്രിഡൈസേഷൻ ഓഫ് ഓർബിറ്റൽസ്. ഓക്കെ, എന്താണ് ഹൈബ്രിഡൈസേഷൻ? എന്തിനാണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത്? എന്താണ് ഹൈബ്രിഡൈസേഷന്റെ ഗുണം? എങ്ങനെയാണത് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നു. തൽക്കാലം മനസ്സിലാക്കുക, ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് ഓർബിറ്റലുകളുടെ സിമ്പിൾ ഓവർലാപ്പിംഗ് വഴിയല്ല, ഓവർലാപ്പിങ്ങിന് മുമ്പ് സെൻട്രൽ ആറ്റത്തിന്റെ ഓർബിറ്റൽസിന് മാത്രം. പറയുന്നത് ശ്രദ്ധിക്കുക, ഹൈബ്രിഡൈസേഷൻ ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ദ ഓർബിറ്റൽസ് ഓഫ് സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിന്റെ ഏതൊക്കെ ഓർബിറ്റലുകളാണോ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഓർബിറ്റലുകളാണോ ഓവർലാപ്പിംഗിൽ പങ്കെടുക്കാൻ പോകുന്നത്, ആ ഓവർലാപ്പിംഗിൽ പങ്കെടുക്കാൻ പോകുന്ന ഓർബിറ്റലുകളെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഹൈബ്രിഡൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതെന്താണ്, എന്തിനാണ്, എങ്ങനെയാണ് എന്ന് നമ്മൾ പറയാൻ പോകുന്നു.